നമ്മൾ ഇന്നലെ ഒരു ട്രയാങ്കിൾ കണ്ടു. അതൊന്ന് കാണിക്കും. ട്രയാങ്കിൾ ഇന്നലെ കാണിച്ച ട്രയാങ്കിൾ, അത് ഈശ്വരൻ, ജഗത്ത്, ജീവൻ. ആ ട്രയാങ്കിളിൻ്റെ മധ്യത്തിലായിട്ടാണ് ആ സർക്കിൾ. അത് നിർഗുണ ബ്രഹ്മം. ഈശ്വരനും ജീവനും ജഗത്തും, ഈ മൂന്ന് തത്വങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതാനുഭവം. ഈശ്വരനും ജഗത്തും ജീവനും, ഇതിൻ്റെ സ്വരൂപം, ഇതെന്താണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്, എന്താണ് ജീവൻ, എന്താണ് ഈശ്വരൻ, ഇതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. അതറിഞ്ഞാലേ തത്വമസി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാവും. തത് എന്നുള്ളത് ഈശ്വരനെ സൂചിപ്പിക്കുകയാണ്. തത് ത്വം എന്നുള്ളത് ജീവനെ സൂചിപ്പിക്കും. നമ്മളൊക്കെ ജീവന്മാരാണ്. ശ്വസിക്കുകയും വിശ്വസിക്കുകയും ധരിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വേദ്യമായിട്ടുള്ള ഈ വിഷയ പ്രപഞ്ചം. ഈശ്വരനെ നമുക്കറിയില്ല. ഈശ്വരൻ നമുക്കിപ്പോൾ ഈശ്വരനുണ്ടോ ഇല്ല എന്ന് പലർക്കും സംശയമുണ്ട്. അപ്പം എന്താണ് ഈശ്വരൻ്റെ സ്വരൂപം എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജീവസ്വരൂപം നമുക്കറിയണം. എന്താണ് ജീവസ്വരൂപം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം നമുക്ക് മനസ്സിലായി. ജഗത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഇല്ലാതാണ്, പൊന്തി മറിയുന്നതാണ്. സമുദ്രത്തിലെ അലകളെ പോലെ പൊന്തി മറിയുന്ന ജഗത്. ജായത് ഇച്ചത് ഇതി ജഗത്. ഇതിനെ ലോകമെന്നും പറയും. ലോകം നമ്മൾ അനുഭവിക്കുന്ന അനുഭവവേദ്യമാണ്, ബോധ്യമാണ്. ബോധത്തിന് വിധേയമായിട്ടുള്ള ബോധ്യമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് ലോകമെന്ന് പറയുന്നത്. ഇതിന് വിശ്വമെന്നും പറയും. വിവിധ പ്രത്യേകമ്യം വിശ്വം. വിശ്വസഹസ്രനാമത്തിൽ ആദ്യത്തെ അതല്ലേ വാക്ക്. വിശ്വം വിഷ്ണു വഷട്കാര ഭൂതഭവ്യ ഭവത പ്രകൃതം. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവിധ പ്രത്യേകമ്യം. ചിന്തകൾ ഊതിവിടുന്നതാണ് ഈ വാക്ക്. ചിന്തകൾ പൊന്തിച്ചു പിടിക്കുന്നതാണ്. അതിന് വിവിധ പ്രത്യേകമ്യം വിശ്വം. ഇതിനെ വിശ്വം എന്ന് പറയാം, നശ്യമെന്ന് പറയാം. ഉണ്ടായില്ല വിശ്വം, ജഗത്ത്, ലോകം, പ്രപഞ്ചം, പ്രകൃതി, മായ, യാമാസ മായ. ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നതാണ് മായ. യാമാസ മായ. മീയന്തേ ഇരി മായ. അളക്കാനും കണക്ക് കൂട്ടാനൊക്കെ കഴിയുന്നുണ്ട്. ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ആഴം, ഇത്ര കനം എന്നൊക്കെ പറയാൻ പറ്റുന്ന വസ്തുക്കൾ നമുക്ക് മായ. അപ്പം മായ, പ്രപഞ്ചം, പ്രകൃതി, ദൃശ്യം, നശ്യം, ജഡം. പ്രകൃതിയിലെ ഏത് വസ്തുവിനും അഹംബോധമില്ല. ഞാൻ എന്നുള്ള ബോധം. ഈ മേശയ്ക്ക് ഞാൻ എന്നുള്ള ബോധം, ആ മരത്തിന് ഞാനെന്നുള്ള ബോധം. അതിന് അനുഭവങ്ങളൊക്കെ ഉണ്ട്. മരത്തിന് അനുഭവമില്ല. ഞാനെന്നുള്ള ബോധം നമുക്കാണ് ആ ബോധമുള്ളത്. കാരണം ഞാനെന്നുള്ള ബോധം ഒരു വാതിലാണ്, പരമസത്യത്തിലേക്കുള്ള വാതിലാണ് ആ ഞാനെന്നുള്ള ബോധം. അപ്പോൾ നമുക്കൊരു അവസരമാണത്. ഒരു അവസരമാണ്, അതൊരു ബുദ്ധിമുട്ടുമാണ്, പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഞാനെന്നുള്ള ഒരു മേശയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മൂലക്കിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഞാൻ വരുന്നവരെ അനങ്ങരുന്നതായി മേശാനില്ല. നമ്മൾ നമ്മുടെ കുട്ടികളോടത് പറഞ്ഞാലോ, ഞാൻ വരുന്നവരെ അനങ്ങാൻ പാടില്ല. കുട്ടികൾ കേൾക്കുമോ? അവരവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കും.
ടി വി കാണരുതെന്ന് പറഞ്ഞാൽ ടി വി കാണും. അപ്പോൾ പറഞ്ഞതിന് വിപരീതമായി ചെയ്യാനുള്ള കഴിവിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. പറഞ്ഞ അതേപടി കേട്ടിരിക്കുന്ന മേശിരിയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറയുന്ന ചോദ്യം ചെയ്യും, തർക്കീപ്പ് ചെയ്യും, നല്ലതാണ്. അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ അവരെല്ലാം മേശയിൽ തുല്യമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ബുദ്ധി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാനുള്ള കഴിവാണ്. എന്തുകൊണ്ട്, ആര്, എങ്ങനെ, എവിടെ എന്നൊക്കെ ചോദിക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് കുട്ടികളെ നമ്മൾ വളർത്തിക്കുന്നത്. നമ്മൾ പറയുന്നത് അതേപടി കേൾക്കുന്ന കുട്ടികളായിട്ട് യൂസ്ലെസ് ആണ്. അവർക്കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നതിനെ ചോദ്യം ചെയ്യാനും അതിന് വിരുദ്ധമായിട്ട് സംസാരിക്കാനും കഴിയുമ്പോഴാണ് ബുദ്ധി. ഇത് നുണ പറയുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. കുറച്ചൊരു നുണ അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. പലപ്പോഴും നുണ പറഞ്ഞാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പം ഈ ബുദ്ധി ഒരു പ്രത്യേക ഒരു സംവിധാനമാണ് നമ്മുടെ മനസ്സിൽ. ജീവൻ, എന്താണ് ജീവൻ? പ്രപഞ്ചം ജഡമാണ്, അഹംബോധമില്ല അതിനൊന്നും. അപ്പം ഇത്തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ എന്തൊക്കെയാണ്? ജഗത്, ലോകം, പ്രപഞ്ചം, വിശ്വം എന്ന് പറയുന്നത് അതിരുകൾ എന്തൊക്കെയാണ്? അതിരുകൾ ഈ ചക്രവാള സീമയ്ക്കൊക്കെ അതീതമായിട്ട് പോകുന്ന അതിരുകൾ. അതോടൊപ്പം തന്നെ ഉള്ളിലേക്കും അതിൻ്റെ അതിരുകളുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഓർമ്മകൾ, സാക്ഷി, എത്ര വരെ എത്തും ഈ പ്രപഞ്ചം. അതാണ് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറയും, ഭൂമിരാപോ നരോ വായു ഖന്മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതീയമ്മ ഭിന്ന പ്രകൃതി രഷ്ടതാണ്. എൻ്റെ പ്രകൃതിയാണ്. ഭൂമിരാപോ നലോ വായു, ഭൂമി, ആപ എന്ന വെള്ളം, അനലഹ അഗ്നി, വായു, പിന്നെ ആകാശം. ഭൂമിരാപോ നലോ വായു, ധനത്തെ ആകാശം, മനോബുദ്ധിരേവച്ച മനസ്സും ബുദ്ധി, അഹങ്കാരവും, ഇതെല്ലാം പ്രകൃതിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ, പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി സർവാണി സർവശ. പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത്. പ്രകൃതി ഒരു കമ്പ്യൂട്ടർ മാതിരിയാണ്, എല്ലാം അത് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ സാക്ഷിയല്ലേ. ആ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം, മനസ്സ്, ബുദ്ധി, അതിലാണുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, അഹങ്കാരം കർമ്മം ചെയ്യുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഡബിൾ സിനിമ കാണുന്ന മാതിരി ഇതെല്ലാം കാണുകയാണ്. അതിലേക്ക് ഞാൻ വരാം, പിന്നെ വരാം. അപ്പം ഇപ്പം ഈ പ്രപഞ്ചം, ദൃശ്യമായിട്ടുള്ള ബൗദ്ധ്യമായിട്ടുള്ള പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടോ? സൃഷ്ടാവുണ്ടോ? അതെവിടെ നിന്ന് വരുന്നു? കാരണം അത് ഉണ്ടായി ഇല്ലാതായിത്തീരുന്നതുകൊണ്ട് ഇതിന് മിഥ്യാന്നും പറയും ശങ്കരാചാര്യ. ഇതിന് മിഥ്യാന്ന് പറയും. മിഥ്യയുടെ നിർവചനം സത് അസഭ്യം അനർവചനീയ മിഥ്യാന്ന് പറയും. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ പെട്ട ഒന്നിനെയാണ് മിഥ്യാന്ന് പറയും. പ്രപഞ്ചം ഉള്ളതാണോ? ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതാണോ? അതും പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ അനുഭവിക്കുന്നു. അസത്യെന്ന പ്രതീയത, അസത്യാന്ന അസത് ആണെങ്കിൽ അത് നമുക്ക് അനുഭവവേദ്യമായിട്ട്, സത്യമാണെങ്കിലെന്ന ബാധേയത, സത്യമാണെങ്കിൽ അത് ഇല്ലാതായിത്തീരുന്നില്ല. അപ്പോൾ ഉണ്ടായി ഇല്ലാതായിത്തീരുന്നതുകൊണ്ട് ഇതൊരു പ്രത്യേക കാറ്റഗറിയാണ്. സത്യമെന്നോ അസത്യമെന്നോ പറയാൻ കഴിയാത്ത, വിവച്ഛേദിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. പക്ഷേ ഈ പ്രപഞ്ചത്തിന് കാരണം വേണം. എവിടെയൊന്നും അത് ഉണ്ടാകുന്നു, എവിടേക്കും അതില്ലാതാകുന്നു. ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, എവിടെയൊന്നും അത് ഉണ്ടാകുന്നു, കുറച്ചു നേരം നിലനിൽക്കുന്നു, പിന്നെ ഇല്ലാതായിത്തീരുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പം ഇത്തരത്തിലുള്ള പ്രപഞ്ചത്തിന് സത്യമെന്നും അസത്യമെന്നും പറയാൻ കഴിയാത്ത, നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോഹോ അഭിദുഷ്ടഃ അന്തഃ ത്വനയോഹോ തത്വദർശിതേ. ഉള്ളതൊന്നും ഇല്ലാത്തൊന്നും പറയാൻ പറ്റാത്ത വസ്തുവിന്
മിഥ്യ എന്ന് പറയും. മായ മിഥ്യ. മിഥ്യായാഹ സത്യാപേക്ഷത്വമസ്തി. മിഥ്യയ്ക്കൊരു സത്യമായിട്ടുള്ള അധിഷ്ഠാനമാണ്. എവിടെ നിന്നും അത് വരികയാണ്, എവിടേക്കോ അത് പോവുകയാണ്. ഉണ്ടായി ഇല്ലാതായി, എവിടെ നിന്നുണ്ടാകും, എവിടേക്ക് പോകും. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് സൃഷ്ടിസ്ഥിതി ലയം. സൃഷ്ടി ഉണ്ടാകുന്നു, സ്ഥിതി നിലനിൽക്കുന്നു, പിന്നെ ലയം വിലയം പ്രാപിക്കുന്നു. അതൊരു കുമിള പോലെയാണ്. കുമിള ഉണ്ടാകുന്നു, കുറച്ചു നേരം നിലനിൽക്കുന്നു, മറ്റുള്ള കുമിളകളെ ആക്രമിക്കുന്നു, വലിയൊരു കുമിളയായിട്ട് തീരുന്നു. കുമിളകളുടെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു കുമിള ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിന് TV എടുക്കുന്നു, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അത് വേറൊരു കുമിളയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 2 കുമിളകളും ഇല്ലാതാക്കി. ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വ നസഞ്ജതേ. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. അപ്പം ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമായ ഒരു അധിഷ്ഠാനം വേണമെന്ന് പറയും. അല്ലാതെ ഇത് ഉണ്ടായില്ലാതെ എന്ന് പറയുകയാണ്. അപ്പം ആ സത്യമായ അധിഷ്ഠാനത്തെയാണ്, പ്രപഞ്ചത്തിൻ്റെ സത്യമായ അധിഷ്ഠാനത്തെയാണ് നമ്മൾ ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം എന്ന് പറയും. നിർഗുണം. അപ്പം ഈ നിർഗുണ ബ്രഹ്മം മായാസമേതനാണ്. ബ്രഹ്മാശ്രയ മായ അസ്ഥി. അപ്പം മായയുടെ അർത്ഥം എന്നല്ല ഞാൻ പറയണ്ടേ, സ്വയം മാറാതെ എല്ലാമായിത്തീരുന്നതിനുള്ള ബ്രഹ്മത്തിൻ്റെ സ്വതസിദ്ധമായ കഴിവിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പം ഈ കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ശക്തി, മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മം ഈ പ്രപഞ്ചമായിട്ട് ആവിഷ്കൃതമായി തീരുകയാണ് ചെയ്യും. പ്രപഞ്ചമായിട്ട് പൊന്തി, പ്രപഞ്ചമായിട്ട് വിരിയുകയാണ് ചെയ്യും. അപ്പം ആ നിർഗുണ ബ്രഹ്മം, നമ്മൾ ആ സർക്കിൾ കാണുന്നത്, അതിൽ നിന്നാണ് ഈ ട്രയാങ്കിൾ ഉണ്ടാകുന്നത്. ഈശ്വരനും ജീവനും പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ്. നിർഗുണ. അപ്പം നിർഗുണ ബ്രഹ്മം പ്ലസ് മായ ആണ് ഈശ്വരൻ. അപ്പം ഈശ്വരനെ സഗുണ ബ്രഹ്മം എന്ന് പറയും. സഗുണ ബ്രഹ്മം, അതായത് മായാസംവേദനായിട്ടുള്ള ബ്രഹ്മമാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ നിർവചനമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മൾ ഈശ്വരൻ എന്നിങ്ങനെ പറയും. ഏതാണ് നമുക്ക് പിടികിട്ടുന്നത്. അപ്പം ഈശ്വരൻ എന്ന് പറയുമ്പോൾ സൃഷ്ടാവും മറ്റേ ബ്രഹ്മ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മം, അതിന് സൃഷ്ടാവുണ്ട്. പിന്നെ വിഷ്ണു, അനന്തശയനായിട്ടുള്ള വിഷ്ണു രക്ഷിതാവാണ്. പിന്നെ ജടാധാരിയായിട്ടുള്ള ശിവൻ, ശിവനാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ ഒരു ബ്രഹ്മത്തിന് വീണ്ടും ഒന്ന് സൃഷ്ടിക്കാൻ കഴിയും. പഴയ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കണ്ടേ, നല്ല പുതിയ കെട്ടിടം വരുന്നു. അപ്പം പഴയ കെട്ടിടത്തിൽ അവിടെ ഇവിടെയും ചില ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം ശിവനാണ് ആ കർത്തൻ. ഈ പഴയതിനെയെല്ലാം റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശിവൻ അതിനെ നശിപ്പിക്കുകയും എന്നിട്ട് ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടിക്കുകയാണ് ചെയ്യും. ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടി ബ്രഹ്മാവിൻ്റെ 43 കോടി കൊല്ലമുണ്ട് ഒരു സൃഷ്ടിക്ക്. ഇവിടെ കണക്കനുസരിച്ച് 43 കോടി. ഭഗവത്ഗീത അങ്ങനെ ശ്ലോകമുണ്ട്. എത്ര വർഷം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നീണ്ടു നിൽക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക സൃഷ്ടി ഒരു ഓമാണ്. ഓം എന്ന് പറയുമ്പോൾ സൃഷ്ടി ഉണ്ടായില്ലാതെ. അപ്പം നേരത്തെ നമ്മൾ കാണുകയുണ്ടായി, ആ ഊമ് എന്നുള്ള മാത്ര, ഈ എന്നുള്ള മാത്ര അമാത്രയിൽ അവസാനിക്കുന്നുണ്ട്. ഇപ്പം മ്യൂസിക്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മ്യൂസിക്കിൽ നമ്മളൊരു പ്ലക്ക്, അത് സ്ട്രിങ്ങിൽ നിന്നൊരു മ്യൂസിക് പ്ലക്ക് ചെയ്യുമ്പോൾ അതിനൊരു ആംപ്ലിറ്റ്യൂഡും പിന്നെ മ്യൂസിക്കിലൊരു ഫ്രീക്വൻസിയുണ്ട്. ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി അതൊന്ന് വരയ്ക്കാൻ പറ്റും. ഒരു വര വരച്ചിട്ട് ഒരു വര, അതായത് സ്ട്രിങ്ങാണ് അത് വര. ആ സ്ട്രിങ്ങിലൊരു ആംപ്ലിറ്റ്യൂഡ്, അപ്പം അതിൽ ആംപ്ലിറ്റ്യൂഡ് ഉയരമാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്.
ഇതിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നത്. മ്യൂസിക്കുകൾ ഉണ്ടാക്കുന്ന ശബ്ദമാതിരി തന്നെ നമ്മളും ചെയ്യുന്നത്. നമ്മുടെ തൊണ്ട, നാക്ക്, പിന്നെ പല്ല്, ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുക. ഓ, ഇങ്ങനെ 3 ശബ്ദങ്ങളാണ്. തുടക്കത്തിൽ ആ, പിന്നെ ചുണ്ടൊന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ ഓ, പിന്നെ എല്ലാ വാങ്മയവും ഈ 3 അക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ്. ഈ 3 അക്ഷരത്തിൻ്റെ വിവിധമായിട്ടുള്ള പ്രകടനങ്ങളാണ് വാങ്മയം. വേദങ്ങളെല്ലാം അത് ഈ 3 അക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഓമാണ് യഥാർത്ഥ വേദം. അപ്പോൾ ഈ ഓമിന് തൈത്തിരീയ ഉപനിഷത്തുകളൊക്കെ പറയും, ശീക്ഷാം വ്യാഖ്യാസ്യാമഃ വർണ്ണസ്വരഃ മാത്രാബലം സാമസന്ധാനഃ ഇത്യുക്തശീക്ഷാധ്യായഃ. അപ്പം അതിൽ ശീക്ഷാം വ്യാഖ്യാസ്യാമഃ. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, അക്ഷരമാല പഠിപ്പിക്കാം. ആദ്യമായിട്ട് അതാണല്ലോ പഠിക്കേണ്ടത്. അപ്പം അതിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? വർണ്ണസ്വരഃ. വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരങ്ങളാണ്. ആ, 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 ഈ, ഉ ഇങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ടല്ലോ, കാക്ക, ഇതൊക്കെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടത് വൊവൽസാണ്, വർണ്ണം. ആ, ആ, ഈ, ഉ ഇങ്ങനെ 13 വൊവൽസ് ഉണ്ട്. അതിനെയാണ് പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ. അപ്പം ഈ ആ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഈ ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസിക്കാണ് മാത്ര എന്ന് പറയുന്നത്. എന്താണ് ഈ ഫ്രീക്വൻസി ഡിസ്റ്റൻസ്? ആ ഹ്രസ്വം, ആ ദീർഘം, ആ അതിനെ പ്ലുതമെന്ന് പറയും. തക്രം അതിന് പ്ലുതമെന്ന് പറയും. ഈ റെയിൽവേ സ്റ്റേഷനിലെ കണ്ടില്ലേ, കാപ്പി പ്ലുതമാണ്. ചായ് 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 ചായ്, അത് ഹ്രസ്വമാണ്. ചായ് 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 ചായ്, കാപ്പി എന്ന് പറയും. ഇട്ടൂലിന്ന് ചിലയിടത്ത് ഈ ട്രെയിനിൽ ഇഡ്ഡലിൻ്റെ ഇഡ്ഡലി എന്നർത്ഥം. അത് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. ടൂലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ. തക്രം എന്ന് പറഞ്ഞാൽ ഈ തൈര് 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 തക്രം. അപ്പം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ ഫ്രീക്വൻസി കൂട്ടില്ല. അപ്പോൾ ആ, ആ, ആ അതിന് മാത്രമാണ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതായത് ഈ ഉച്ചത്തിൽ പറയുന്നത്. അപ്പോൾ ഉച്ചത്തിൽ പറയുന്നതിനാണ് നമ്മൾ ഈ ഉദാത്തം, സ്വരിതം, അനുദാത്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉദാത്തം, സ്വരിതം, അനുദാത്തം. ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പം ആ, 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 മ, 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 അതിനൊക്കെ അർത്ഥം വ്യത്യാസമാവും. ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഒരു ധ്വനി ഉണ്ടായിരുന്നു. നിങ്ങൾ വരുമോ? ആ, ആ, ക്ഷമിക്കാം, ക്ഷമിക്കാം. അപ്പം അതിനൊക്കെ അർത്ഥവ്യത്യാസം ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ ഈ സ്വരമനുസരിച്ച് അതിന് അർത്ഥവ്യത്യാസം. ഒരേ അക്ഷരം തന്നെ പറയുന്നത്, പക്ഷെ പല അർത്ഥത്തിലാണ്. ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ആ, ആ, വളരെ നന്നായിരുന്നു അല്ലേ? അപ്പം ഇങ്ങനെ ഈ സ്വരവ്യത്യാസം കൊണ്ട് അർത്ഥവ്യത്യാസം. അപ്പം മാത്ര, പിന്നെ ഈ സ്വരം, ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഉദാത്തം എന്ന് പറഞ്ഞാൽ ഹൈ പിച്ചാണ്. ആ, അപ്പം ഭൂർഭുവസ്വഃ, ഭൂർഭുവസ്വഃ, ഹ്രസ്വ എന്നുള്ള ഹൈ പിച്ച്, ലോ പിച്ച്. ഭൂർഭുവസ്വഃ. വ എന്നുള്ളത് മീഡിയം പിച്ച്. അപ്പം ഇങ്ങനെ അക്ഷരത്തെ വേണ്ട വിധത്തിൽ പറയുന്നതിനുള്ള കഴിവുകൾ, അതാണ് സംസ്കാരത്തിൻ്റെ ലക്ഷ്യം. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരത്തെ വേണ്ട വിധത്തിൽ, വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അറിയാൻ പറ്റും ഇദ്ദേഹം പഠിച്ചതാണ്. അല്ലെങ്കിൽ ഷാ 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 എന്ന് വെച്ചാൽ അതൊന്നും അറിയില്ല. എല്ലാം ഷാ തന്നെ. അപ്പം എല്ലാം ഷായി കഴിഞ്ഞാൽ അർത്ഥ വ്യത്യാസങ്ങൾ വരും. ഷ, സ, ക്ഷ എല്ലാം അർത്ഥ വ്യത്യാസം. ഇത് പറയാൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാത്തിനും ഒരുമിച്ച് ഒരു വാക്കാക്കിയിരിക്കുകയാണ്. അപ്പം ഈ അക്ഷരശുദ്ധി എന്ന് നമ്മൾ പറയും. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു അക്ഷരമാണ്.
ഒരു ഓമാണ്. അപ്പം ഈ ഓം എവിടെ നിന്ന് വരുന്നു? നാം കണ്ടു, അമാത്രയിൽ നിന്ന് വരുന്നു. അവിടെ ഫ്രീക്വൻസി ഇല്ല, അവിടെ ആംപ്ലിറ്റ്യൂഡും ഇല്ല, ഉയർച്ചയോ നീട്ടങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് ഇരിക്കുക ഒരവസ്ഥ. അപ്പം ഈ പ്രപഞ്ചം, പൊന്തിമറയുന്ന പ്രപഞ്ചത്തിന് ഒരു കാരണം വേണം, അധിഷ്ഠാനം വേണം. അധിഷ്ഠാനത്തെ നാം നിർഗുണ ബ്രഹ്മം. അപ്പം നിർഗുണ ബ്രഹ്മം മായാസമേതനാണ്. അപ്പം രണ്ടുണ്ടല്ലോ. പലരും സംശയം എന്താണ്, മായയും ബ്രഹ്മവും രണ്ടല്ലേ എന്നുള്ള ചോദ്യം. രണ്ടല്ല. കാരണം മായ ബ്രഹ്മത്തിൻ്റെ ഒരു കഴിവാണ്, അഗ്നിയിലെ ചൂട് പോലെ. അപ്പം അഗ്നിയും ചൂടും രണ്ടാണോ? അല്ല. സർപ്പത്തിൻ്റെ ഈ പടയുന്നതിനുള്ള കഴിവ് പോലെ, ദ സ്ലിതറി, അത് രണ്ടാണോ? രണ്ടാണ്. അപ്പം അതുപോലെ ബ്രഹ്മവും മായയും ഒന്നു തന്നെയാണ്, അഭേദ്യമാണ്. ഇതിൽ നിന്നാണ് ഈ മായാസംവേദനായിട്ടുള്ള ബ്രഹ്മത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈശ്വരന് സൃഷ്ടി, സ്ഥിതി, ലയ, കർത്താവ്. സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, പിന്നെ നശിപ്പിക്കുകയും ചെയ്യും. അത് വലിയൊരു കഴിവാണ്. അതൊരു ഈശ്വരൻ്റെ ഒരു വിവേകവും വൈരാഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഈശ്വരൻ്റെ ഒരു ഗുണം വൈരാഗ്യമാണ്. അതിന് സൃഷ്ടിച്ച് ആ സൃഷ്ടിക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്തു. നമ്മളങ്ങനെയല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് വിൽക്കുകയാണ്. അപ്പോൾ സൃഷ്ടിക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതായത് മരണം. എല്ലാ സൃഷ്ടിക്കും മരണമുണ്ട്. അത് മനുഷ്യനായാലും രാജ്യങ്ങളായാലും സംസ്കാരങ്ങളായാലും കമ്പനികളായാലും എന്തായാലും ശരി, എല്ലാത്തിനും സൃഷ്ടിതമാണോ അതിന് മരണമുണ്ട്. അപ്പം അതിൽ നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ആ മരണം ഉണ്ടാവണമെങ്കിൽ വാർദ്ധക്യം വേണം. വാർദ്ധക്യം, രോഗമൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം മുഹുർമുഹു പര്യാലോചനം. ജനിച്ചവൻ മരിക്കുമെന്നും ജനിച്ചവന് ചെറുപ്പക്കാരൻ പ്രായമുള്ളവനായിത്തീരുമെന്നും രോഗിയായിത്തീരുമെന്നും രോഗഗ്രസ്തൻ കളയവരും എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഈ ശരീരമെടുത്ത ആൾക്കാർക്ക് ഇതെല്ലാം നിരന്തരമായിട്ട് ചിന്തിക്കണം. അതിന് ഓടിപ്പോകാൻ സാധ്യമല്ല. ശരീരത്തിൻ്റെ ലക്ഷണമാണ്. ശരീരമാണ് സ്വഭാവത്വ ശരീരം. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. പ്ലാസ്റ്റിക് ശരീരമാണെങ്കിൽ കുഴപ്പമില്ല, ഇരുമ്പോടുണ്ടാക്കിയ ശരീരമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മാംസവും തൊലിയും ഒക്കെയുള്ള ശരീരമായതുകൊണ്ട് ഇത് ശീര്യമാണ്, ദേഹമാണ്. ദേഹം ദഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതാണ് ദേഹത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ തയ്യാറായിട്ട് ഇരുന്നേക്കണം. ഇതിൽ ഭയപ്പെട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല. ഒരു രാജാവ് മരണത്തിൽ നിന്ന് ഭയപ്പെട്ട് ഓടിപ്പോയി. അപ്പോൾ യമൻ രാജാവിന് സ്വപ്നത്തിൽ വന്നു, നാളെ 11 മണിക്ക് ഞാൻ നിങ്ങളെ കാണുന്നത്. യമൻ ഇൻകം ടാക്സ് ഓഫീസറെ പോലെയാണ്. നാളെ കാണുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിപ്പോയി അല്ലേ, പൂജാമുറിയിലാണ് പിന്നെ. അപ്പോൾ യമൻ ഇത് പറഞ്ഞു, നാളെ 11 മണിക്ക് നിങ്ങളെ കാണുന്നത്. രാജാവിന് പരിഭ്രമമായി, എന്ത് ചെയ്യണം പിടിയില്ല. മന്ത്രിമാരോട് ചർച്ച ചെയ്തു. മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുക. യമൻ കൊട്ടാരത്തിലല്ല വരുന്നത്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും. അപ്പോൾ യമൻ വരുമ്പോൾ നിങ്ങളെ കാണില്ല, വേറെ ആരെങ്കിലും പിടിച്ചോളൂ. അതുകൊണ്ട് യമൻ അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? ഉടൻ തന്നെ, അതേ ഒരു നിമിഷവും നഷ്ടപ്പെടുത്തില്ല, ഉടൻ തന്നെ നല്ലൊരു കുതിരയെടുത്ത് കുതിരയുടെ പുറത്ത് കയറി അതിന് ഓടിക്കും. ഹോൾ നൈറ്റ് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് സവാരിയാണ്, ബഹുദൂരം പോകുന്നു. ഇങ്ങനെ പോയി അവസാനം പിറ്റേ ദിവസം 11 മണിയായി. അപ്പോൾ ഇനിയും നമുക്കൊന്ന് വിശ്രമിക്കാം. ഇനിയിപ്പോൾ യമൻ അവിടെയാണല്ലോ വരുന്നത്, ബഹുദൂരം ഞാൻ പിന്നിട്ട് കഴിഞ്ഞു, ഇനി എനിക്കൊന്ന് വിശ്രമിക്കാമെന്ന് അദ്ദേഹം കുതിരപ്പുറത്ത് ഇറങ്ങി നിലത്തൊന്ന് ഇരുന്ന്, വൃക്ഷത്തിൻ്റെ അടിയിൽ ഇരുന്ന് ഒന്ന് ആശ്വസിച്ച് ദീർഘനിശ്വാസം വലിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ യമൻ അവിടെ ഇരിക്കുക. യമൻ പറഞ്ഞു, സോറി, ഞാൻ കുറച്ച് ലേറ്റായി, അങ്ങ് ഇവിടെ വന്നു നന്നായി, നമുക്ക് പോകാം. എൻ്റെ പോത്തിൻ്റെ പുറത്ത് കയറിപ്പോകുന്നു. അപ്പോൾ മരണത്തിൽ നമുക്ക് എത്ര ഓടിയാലും മരണമുഖത്തിലേക്കാണ് നമ്മൾ ഓടുന്നത്. എവിടെയൊക്കെ നമ്മൾ പോയാൽ, എത്ര ഓടിയാൽ, എത്ര രക്ഷപ്പെട്ടാൽ. അതാണ് ജന്മം മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം മുഹുർമുഹു പര്യാലോചനം. അത് വരുമ്പോഴാണ് നമുക്ക് ആത്മാവിലേക്ക് ഉൾക്കാഴ്ച വരുന്നത്. അല്ലെങ്കിൽ ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു.
ദേഹത്തെ കെട്ടിപ്പിടിച്ചിരിക്കും. ആത്മാവിലേക്ക് ഉൾക്കാഴ്ച കിട്ടുന്നില്ല. നമ്മൾ ഈ നിത്യതയിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ഒരു സത്യമുണ്ട്. അത് നമ്മുടെ ശാസ്ത്രം പറയുന്നു, യുക്തിയും പറയുന്നുണ്ട്. ഇതിനാധാരമായിട്ട് ഒരു സത്യപ്രപഞ്ചം ഉണ്ടെങ്കിലേ ഈ മിഥ്യാപ്രപഞ്ചത്തിനുണ്ടായി ഇല്ലാതായിത്തീരാൻ സാധ്യതയുള്ളൂ എന്ന് യുക്തി പറയുന്നു, ശാസ്ത്രവും പറയുന്നു. വിദ്യായാഹ സത്യാപേക്ഷത്വമസ്തി. വിദ്യയ്ക്ക് സത്യയുടെ ഒരു ആധാരമുണ്ട്. അപ്പം ഈ മായാസമ്മേളനമായിട്ടുള്ള ബ്രഹ്മം, ഈശ്വരൻ, സൃഷ്ടിസ്ഥിതി ലയകർത്ത. ഒരു ഡെഫനിഷൻ ഈശ്വരൻ്റെ നിർവചനം അതാണ്. മറ്റൊരു നിർവചനം, ഈശ്വരൻ സർവജ്ഞനും സർവശക്തിമാനും സർവവ്യാപിയുമാണ്. അതാണ് ഈശ്വരൻ്റെ മറ്റൊരു നിർവചനം. സർവജ്ഞനാണ്, കാരണം ഈ സൃഷ്ടിയെ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട്, സർവത്തെയും സൃഷ്ടിക്കാൻ കഴിവുള്ളതുകൊണ്ട് അദ്ദേഹത്തെ സർവജ്ഞനെന്ന്. ഒരു കുടം സൃഷ്ടിക്കാനാണെങ്കിൽ ഘടജ്ഞനായിരിക്കും. വേണ്ട, നമുക്കൊന്നൊരു കുടം ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ, നമുക്കതിന് അറിവില്ലാന്ന്. കുടം വാങ്ങിക്കാം, അത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ പോയൊരു കുടം വാങ്ങിക്കാം, അത് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? എന്താ കാരണം? നമുക്കറിവില്ല. അപ്പം ഘടകർത്ത ഘടജ്ഞനാണ്. ഘടമുണ്ടാക്കിയ ആൾക്ക് ഘടമുണ്ടാക്കാനുള്ള അറിവുണ്ട്. സർവത്തെയും സൃഷ്ടിച്ച ഈശ്വരനപ്പോൾ സർവജ്ഞനായിരിക്കണം. നമ്മൾ പറയില്ലേ സർവജ്ഞനാണ് ഈശ്വരൻ, ഒമ്നിസായൻ, ഒമ്നിപൊട്ടൻ, ഒമ്നിപ്രസൻ എന്നൊക്കെ പറയില്ലേ. സർവത്തെയും സൃഷ്ടിക്കുന്ന ഈശ്വരൻ സർവജ്ഞനാണ്. പിന്നെന്താണ്? സർവത്തെയും സൃഷ്ടിക്കാൻ കഴിവ് വേണം, അറിവ് മാത്രം വേണം. ചിലർക്ക് അറിവുണ്ട്, പക്ഷേ ആ കഴിവില്ല. ഇദ്ദേഹത്തിന് ഈശ്വരന് കഴിവുള്ളതുകൊണ്ട് ഈശ്വരനെ സർവശക്തിമാനെന്ന് പറയും. നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പം സൃഷ്ടിക്ക് രണ്ട് കാരണങ്ങളുണ്ട്. എന്ത് സൃഷ്ടിക്കുന്നു? രണ്ട് കാരണങ്ങൾ. ഒരു കുടമുണ്ടാക്കുന്ന രണ്ട് കാരണങ്ങൾ. ഒരു കാരണം കുടമുണ്ടാക്കാനുള്ള സാമഗ്രി. എന്താണ് സാമഗ്രി? മണ്ണ് വേണം, കളിമണ്ണ് വേണം കുടമുണ്ടാക്കാൻ. പിന്നെ ഇത് സൃഷ്ടിക്കുന്നതിനുള്ള കഴിവ്. അപ്പം സൃഷ്ടിക്കാൻ കഴിവുള്ള ആളെ നമ്മൾ നിമിത്ത കാരണം എന്ന് പറയും. നിമിത്ത. സൃഷ്ടിക്ക് വേണ്ട മെറ്റീരിയലിനെ നാം ഉപാദാന കാരണം. ഇതൊക്കെ ലോജിക്കാണ്, ന്യായത്തിൽ വരുന്നതാണ്. അപ്പം നിമിത്ത കാരണവും ഉപാദാന കാരണവും ഉണ്ടെങ്കിലേ ഒരു സൃഷ്ടി സാധ്യമാകും. അപ്പം കുടമുണ്ടാക്കുന്ന ഒരാൾക്കും കളിമണ്ണില്ലെങ്കിൽ കുടമുണ്ടാക്കാൻ പറ്റില്ല. തലേന്ന് കളിമണ്ണെടുക്കാൻ പറ്റില്ല. പറ്റുമോ? കളിമണ്ണ് പുറമേ നിന്ന് കിടന്നു നമുക്ക് എന്നിട്ട് പണി കുടമുണ്ടാക്കാൻ. അപ്പം കുടമുണ്ടാക്കണമെങ്കിൽ കുടമുണ്ടാക്കുന്ന അറിവ് മാത്രം പോരാ, അതിന് വേണ്ട ദ്രവ്യവും വേണം. അപ്പം ഈ ദ്രവ്യവും ഈ കുടമുണ്ടാക്കുന്ന ആളും വ്യത്യസ്തരാണ്. അപ്പോൾ ഒരു കുമ്പാരൻ കുടമുണ്ടാക്കി കഴിഞ്ഞാൽ കുടം അദ്ദേഹത്തിന് വിൽക്കാം. കുടം കൊണ്ടുപോകും, കുമ്പാരൻ കുടം പോകുന്നില്ല. കുമ്പാരൻ വീട്ടിലിരിക്കുകയാണ്, കടയിലിരിക്കുകയാണ്, കുടം കൊണ്ട്. അപ്പം അവിടെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ ഈ മുഴുവൻ ലോകത്തെയും സൃഷ്ടിക്കുന്നതിന് ഈശ്വരന് അറിവുണ്ട്, സർവജ്ഞനാണ്. പക്ഷെ അതിനുള്ള ഈ ദ്രവ്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? അതാണ് ചോദ്യം. അതെവിടെ നിന്ന് കിട്ടി? അത് വേറൊരു ഈശ്വരൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ രണ്ട് ഈശ്വരന്മാരെങ്കിലും ഉറക്കായി. ഈ തവണ നിങ്ങൾക്ക് ഞാൻ ദ്രവ്യം തന്നു, അടുത്ത തവണ തരുന്നില്ല, വില കൂട്ടുകയാണ്. അത് സാധ്യമല്ലല്ലോ. അപ്പം ശാസ്ത്രമനുസരിച്ച് ഈ സൃഷ്ടിക്ക്, പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട ദ്രവ്യം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ്. അപ്പം ഈശ്വരൻ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവും സൃഷ്ടിക്ക് വേണ്ട ദ്രവ്യവുമാണ്. അതുകൊണ്ടാണ് അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഈ സൃഷ്ടിയുടെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെ. അത് ഏതുപോലെ? യഥാ ഊർണനാഭി സൃജതേ ഗൃഹതേ. ഊർണനാഭി എന്നാണ് ഈ ചലന്തി. ഈ ചലന്തി വലയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മധ്യത്തിലിരുന്ന് ഏതെങ്കിലും ഒരു പ്രാണി വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങുന്ന ചലന്തി ഉണ്ടല്ലോ. ഇതുപോലെ ഭഗവാൻ ഈ സൃഷ്ടിക്ക് വേണ്ട ദ്രവ്യം തന്നിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്ന് പറയും. യഥാ ഊർണനാഭി സൃജതേ ഗൃഹതേ.
അപ്പോൾ ഭഗവാൻ തന്നെ ഈ സൃഷ്ടിക്ക് ദ്രവ്യമായിട്ട്. അപ്പോൾ പുരുഷ സൂക്തത്തിൽ പറയും, ഈ പുരുഷൻ സ്വയം സാക്രിഫൈസ്, സ്വയം ബലിയർപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചമായിട്ട്. അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടിക്ക് വേണ്ട ദ്രവ്യവും അറിവും ഭഗവാൻ തന്നെയാണെങ്കിൽ, അപ്പോൾ ഈ കളിമണ്ണിൽ നിന്ന് കുടമുണ്ടായിക്കഴിഞ്ഞാൽ കളിമണ്ണ് എവിടെയാണ് ഇപ്പോൾ? നിങ്ങൾ ആലോചിക്കണം കുറച്ച്, ഉറങ്ങാൻ പാടില്ല. ഈ കളിമണ്ണിൽ നിന്ന് കുടമുണ്ടാക്കി കഴിഞ്ഞാൽ കളിമണ്ണ് ഇപ്പോൾ എവിടെയാണ്? കുടത്തിൻ്റെ ഉള്ളിലാണ്. കുടം തന്നെയാണ്. കളിമണ്ണ് കുടമായി തീർന്നുവെന്ന്. കളിമണ്ണിനെ കുടത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഭരണവും സ്വർണം തമ്മിലുള്ള ബന്ധം എന്താണ്? അഭേദ്യ ബന്ധമാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മോതിരം എടുത്തോളൂ, ഞാൻ സ്വർണ്ണം എടുക്കാം എന്ന് പറയാൻ പറ്റുമോ? എവിടെയൊക്കെ മോതിരമുണ്ട് അവിടെയൊക്കെ സ്വർണ്ണമുണ്ട് അല്ലേ? അപ്പം ഈശ്വരൻ തന്നിൽ നിന്ന് തന്നെ ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയെങ്കിൽ, ഈ സൃഷ്ടിയുടെ ഉപാദാന കാരണമാണ് ഭഗവാനെങ്കിൽ, ഇപ്പൊ ഭഗവാൻ എവിടെയാണ്? ഭഗവാൻ ഈ സൃഷ്ടിയിലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭിന്ന പ്രകൃതി രാഷ്ട്രത. ഈ പ്രകൃതി എൻ്റെ തന്നെ, ഈ കാണുന്നതെല്ലാം എൻ്റെ തന്നെ ഒരു വിസ്താരമാണ്. ഇതൊരു പ്രത്യേക ഹൈന്ദവ ദർശനമാണ്. ഇത് വേറെ മതത്തിൽ നമ്മൾ കാണുന്നില്ല. മറ്റു മതങ്ങളിലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ആകാശത്ത് എവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെ ദർശനത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ 3 ശ്ലോകങ്ങളുണ്ട്. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ അസത്തന്നാസദുച്യതേ. അറിയേണ്ടത് എന്താണ് അത് ഞാൻ പറയാമെന്ന് പറയാം. അനാദിമത് പരം ബ്രഹ്മ. ഈ പരംബ്രഹ്മത്തെയാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ഈ പരബ്രഹ്മ? ഈ സൃഷ്ടിയുടെ കർത്താവാണ്, സൃഷ്ടിയുടെ ദ്രവ്യമാണ്, സൃഷ്ടിയുടെ അറിവാണ്, സൃഷ്ടിക്ക് വേണ്ട അറിവാണ്. അനാദിമത് പരം ബ്രഹ്മ സത്തന്നാസദുച്യതേ. അത് സത്വമല്ല അസത്വമല്ലാത്തൊരു സത്താണ്. അത് സ്ഥൂലവുമല്ല സൂക്ഷ്മവുമല്ലാത്ത ഒരു വസ്തുവാണ്. അത് നിർഗുണമാണ്. ഈ നിർഗുണ ബ്രഹ്മമാണ് മായാസമ്മതനായിട്ട് സർവത പാണിപാദം തത് സർവദോക്ഷിശിരോമുഖം സർവദശ്രുതിമലോകെ സർവമാവൃത്യ തിഷ്ഠതി. ഈ ബ്രഹ്മമാണ് 1000 കണ്ണുകളോടും 1000 കൈകളും 1000 തലകളും 1000 കാലുകളുമായിട്ട് ഇങ്ങനെ വിടർന്ന് പടർന്ന് നിൽക്കുന്നത്. എവിടെ ഈ 1000 കണ്ണുകളും കാലുകളൊക്കെ? നമ്മുടെ കണ്ണുകളൊക്കെ ബ്രഹ്മത്തിൻ്റെ കണ്ണുകളാണ്. നമ്മുടെ തല ബ്രഹ്മത്തിൻ്റെ തലയാണ്. നമ്മുടെ വിഡ്ഢിത്തം ബ്രഹ്മത്തിൻ്റെ വിഡ്ഢിത്തമാണ്. സർവത പാണിപാദം തത് സർവദോക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ. എല്ലാത്തിനെയും ആവരണം ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും പരിരംഭണം ചെയ്തുകൊണ്ട് ബ്രഹ്മം പരിരസിക്കുന്നു. എല്ലാത്തിനെയും 10000 കണ്ണുകളിലൂടെ അദ്ദേഹം സ്വയം കാണുകയും, ആരെയാണ് കാണുന്നത്? എന്നെ തന്നെ കാണുകയാണ് ചെയ്യുന്നത്. 10000 കണ്ണുകൾ, 10000 കാതുകൾ, 10000 കാലുകൾ, സർവത പാണിപാദം. അതേ അവസരത്തിൽ ഈ പ്രപഞ്ചമായി തീർന്നെങ്കിലും ഈ പ്രപഞ്ചത്തുള്ള ഒട്ടലില്ല എന്ന് പറയും. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈ ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഒന്നും ബാധിക്കില്ല. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. എല്ലാത്തിലും ഉണ്ടെങ്കിലും ഒന്നിൽ അദ്ദേഹം ഭാഗമാക്കാം. ഇതാണ് ഈ ഡിറ്റാച്ച്ഡ് എൻഗേജ്മെന്റ് നമ്മൾ പറയുന്നത്. എല്ലാത്തിലും വ്യവഹരിക്കുന്നു, പക്ഷെ ഒന്നും അദ്ദേഹത്തെ ഒട്ടുന്നില്ല. ഒട്ടാതെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിലും. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം സർവതശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. അപ്പം അങ്ങനെയുള്ള ഈശ്വരന് സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ. എല്ലാത്തിനെയും പൊന്തിച്ചു പിടിക്കും, പക്ഷെ ഒന്നിലും ഒട്ടുന്നില്ല. അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച. എല്ലാ ഗുണങ്ങളെയും അദ്ദേഹം അനുഭവിക്കുന്നു, പക്ഷെ സ്വയം നിർഗുണനാണ്. ഈ കഴിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതൊക്കെ ബ്രഹ്മത്തിന് പറ്റും, എനിക്ക് പറ്റാന്ന് പറയാൻ പാടില്ല. എല്ലാത്തിലും വ്യവഹരിച്ചുകൊണ്ടും
ഒന്നിലും ഒട്ടാതെ, ഒന്നിനെയും നമ്മുടെ ഓർമ്മയിലെ ഭാരമാക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ദിവസം കാലത്തോട്ട് വൈകുന്നേരം നമ്മൾ പ്രവർത്തന നിരതനായാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ശുദ്ധമായ മനസ്സോടുകൂടി നമുക്ക് ഉറങ്ങാൻ കഴിയും. അതാണ് സർവേന്ദ്രിയ ഗുണാഭാസം അസക്തം സർവഭൃക്ഷൈവ. എല്ലാത്തിനെയും പൊന്തിച്ചു പിടിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും നേരില്ല. വീണ്ടും 5-ാമത്തെ അധ്യായത്തിൽ മയാ തദമിതം സർവം ജഗദവ്യക്തം മുക്തിന മസ്താനി സർവഭൂതാനി നജാഹം ദിശവസ്ഥിതഃ നജമസ്താനി ഭൂതാനി പശ്യമേ യോഗമേശ്വരം. മയാ തദമിതം സർവം ജഗദവ്യക്തം മുക്തിന. എനിക്ക് പ്രത്യേക രൂപമൊന്നുമില്ലെങ്കിൽ എല്ലാ രൂപത്തിൻ്റെയും രൂപത്തിൽ ഞാനുണ്ട്. ഈ രൂപമൊന്നും എന്നെ ബാധിക്കും. നമുക്കത് പറയാൻ കഴിയണം. നമുക്ക് അകത്തരാണ്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, സർവൻ്റുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ നേരിടുമ്പോഴും നമുക്കൊരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ കഴിയും. അതുകൊണ്ടാണ് ഈശ്വരൻ എത്ര അകലെയാണ്, ഒരു പുഞ്ചിരിയുടെ അകലമാണ്. എ സ്മൈൽ അവേ, നോട്ട് എ മൈൽ അവേ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഇങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണരുന്നുണ്ട്. ആത്മാവ് ഉണരാൻ വേറെ വഴിയൊന്നുമില്ല. പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് വേണം. ആ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ഉണർവ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ഗുഹയിൽ പോയിരുന്ന് ശ്വാസം പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഉണർവ് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഭഗവാൻ അർജുനോട് പറഞ്ഞത്, ഈ യുദ്ധം നീ ചെയ്യേണ്ടതുണ്ട്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ആത്മജ്ഞാനം സാധ്യമല്ല. ഇവിടെ തന്നെ, എവിടെയാണ് ഈ യുദ്ധം? നമുക്ക് ഓരോരുത്തരും നമുക്കൊരു യുദ്ധമുണ്ട്. മനസ്സിലുണ്ട്, പുറമേയുണ്ട്. ഇതിനെല്ലാം നേരിടുമ്പോഴാണ് നമുക്ക്, അപ്പോൾ ഈ നേരിടുമ്പോൾ മനസ്സിനെ ശാന്തമായിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കഴിയുമ്പോൾ ആത്മദർശനം ഉണ്ടാകും. ഇപ്പം നമ്മൾ അശാന്തമായിട്ടാണ് നേരിടുന്നത്. അശാന്തമായിട്ട് നേരിടുമ്പോൾ ആത്മദർശനം. അപ്പം ശാന്തമായി പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ആത്മദർശനം ഉണ്ടാകുകയും ഈ ആത്മാവിൻ്റെ അഭൗമമായ കഴിവുകളെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ആവാഹിക്കാൻ കഴിയും. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ബന്ധങ്ങളിലും എല്ലാം ആത്മാവിൻ്റെ ഈ ചൈതന്യത്തിൻ്റെ ഈ ആനന്ദം ഉണ്ടാകുക. അതിനാണ് ജീവൻ മുക്തി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഈ സൃഷ്ടിയാണ്, സൃഷ്ടാവാണ്, സൃഷ്ടിക്ക് അതീതനുമാണ്. ഈ സൃഷ്ടിയിൽ ഒതുങ്ങുന്നതല്ല ഈശ്വരൻ. സൃഷ്ടി ഏതൊരു പ്രപഞ്ചമാണ്, സൃഷ്ടിയിൽ ഒതുങ്ങുന്നില്ല. ഇതിന് അതീതം. നമ്മളങ്ങനെ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ ഒതുങ്ങുന്നവരല്ല. പല ചിന്തകളുണ്ട്, ഓർമ്മകളുണ്ട്, കഴിവില്ലായ്മയൊക്കെ ഉണ്ട്, അറിവുണ്ട്, അറിവില്ലായ്മയുണ്ട്. ഇതിനൊക്കെ അതീതരാണ്. ഇതിന് ഗുണാതീതനുണ്ട്. ഗുണാതീതം ഈ ഗുണങ്ങൾക്ക് അതീതമാണ്. ഗുണങ്ങളുടെ ഈ പ്രപഞ്ചത്തിൽ അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. ഇതിനതീതനാണ് ഗുണാതീതൻ സ്വാമി എന്നൊക്കെ പറയും. സ്വാമി, ഗുണാതീതൻ, സ്ഥിതപ്രജ്ഞൻ, യോഗി, ഇങ്ങനെ പല പേരുകളും ഈ അവസ്ഥ, ജീവൻ മുക്തൻ എന്നുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പം ഈശ്വരൻ അഭിന്ന നിമിത്ത ഉപാദാന കാരണം. അതുകൊണ്ടാണ് ഈ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായതുകൊണ്ട് ഭഗവാൻ എല്ലാം ഭഗവാനാണ്. അതാണ് സർവത പാണിപാദം തത് സർവദോഷിശിരോമുഖം സർവത ശ്രുതിമൻ ലോകേ സർവമാമൃതി മമാത്മാ ഭൂതഭാവന മയാ തദമിതം സർവം ജഗദവ്യക്തം മൂർത്തിന മസ്താനി സർവഭൂതാനി നജാഹം ദശവസ്ഥിതഃ നജമസ്താനി ഭൂതാനി പശ്യമേ യോഗമേശ്വരം. എൻ്റെ സൃഷ്ടി നോക്കാൻ പറയും. മമാത്മാ ഭൂതഭാവം, ഞാൻ തന്നെ എല്ലാമായി. അപ്പം ഭഗവാൻ എല്ലാമായി തീർന്നെങ്കിൽ ഭഗവാന്റെ ആദ്യ സ്വരൂപത്തിന് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. അമിതാഭ് ബച്ചൻ കൂലിയായി. ഇപ്പോൾ അമിതാഭ് ബച്ചൻ എന്ത് സംഭവിച്ചു? അമിതാഭ് ബച്ചൻ കൂലിയായിട്ടില്ല, അഭിനയിക്കാൻ. അപ്പം ഈ പ്രപഞ്ചം ഭഗവാന്റെ ഒരു അഭിനയമാണ്.
അതല്ല നട്ടവറിലാണെന്ന് പറയുന്നത്. നട്ടവർ ഭയങ്കര അഭിനയമാണ്, ഭയങ്കര അഭിനയമാണ്. അപ്പോൾ അദ്ദേഹം പ്രപഞ്ചം ആയി, അതേ പ്രപഞ്ചത്തിന് അതീതനാണ്, പ്രപഞ്ചത്തിന് അധീനനുമാണ്, അധീനനും അതീതനുമാണ്. അത്തരത്തിലുള്ള ഭഗവാനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈശ്വരൻ്റെ നിർവചനം എന്താണ്? സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. അതെഴുതി, സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. ആരാണ് ഈശ്വരൻ ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടിയുണ്ട്. സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. ചൈതന്യം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്ന്. ഈ ബ്രഹ്മം എവിടെയാണ്? എവിടെയാണ്? ഹിമാലയത്തിലെ ഗുഹയിലാണോ? അഹം അഹം ബ്രഹ്മാസ്മി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഞാൻ തന്നെ ബ്രഹ്മം, ഞാൻ തന്നെ. ഏത് ഞാനാണത്? അതാണ് നമ്മളിനി അന്വേഷിക്കേണ്ടത്. അപ്പം ഞാനെന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും നിങ്ങൾ കൊടുക്കും. ശരീരം ഞാനാകാം, മനസ്സ് ഞാനാകാം, ബുദ്ധി ഞാനാകാം, അഹങ്കാരം ഞാനാകാം, അറിവ് ഞാനാകാം, അറിവില്ലായ്മ ഞാനാകാം. ഇതെല്ലാം നമ്മുടെ അഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല അർത്ഥങ്ങളും വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? അഹം എന്ന് പറയുമ്പോൾ, ഞാനെന്ന് പറയുമ്പോൾ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അതാണ് എൻ്റെ സ്വരൂപം. അപ്പം ഈ സ്വരൂപം നമുക്ക് ധ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ സ്വരൂപം ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇതെല്ലാം ഞാൻ അറിയപ്പെട്ട വിഷയങ്ങളാണ്, എൻ്റെ അറിവിന് വിധേയമായ വിഷയങ്ങളാണ്. ഞാനതൊന്നും അറിവല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഈശ്വരൻ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന കണുമേ ഭഗവാൻ, ഹിന്ദിയിൽ പറയും കണുമേ ഭഗവാൻ, എല്ലാത്തിലും ഈശ്വരനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഭാവത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ എല്ലാം എത്രയെത്ര മനോയാതി തത്ര സമാധി ഭൂതേഷു വിജിത്യതീര. എവിടെയൊക്കെ മനസ്സ് പോകുന്നു അവിടെയൊക്കെ നമ്മൾ ഈശ്വര അനുഭവത്തിൽ ഇരിക്കുന്നു. എവിടെയൊക്കെ മനസ്സ് പോകുന്നു, എന്തൊക്കെ ചിന്തകളുണ്ടായാലും ആ ചിന്തകളെല്ലാം പ്രകാശിപ്പിക്കുന്ന ഈശ്വരനാണ്, ചൈതന്യമാണ്. അതാണ് ഞാൻ എന്നുള്ളത്. അപ്പം ഈശ്വരൻ്റെ നിർവചനം എന്താണ്? സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. അപ്പം ഈ ഉപാധി എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഉപാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കും. പല വാക്കുകളും ഞാൻ പറഞ്ഞു. മറ്റൊരു വാക്കെന്താണ്? ഉപാധി, മായ, ഉപാധി, പ്രപഞ്ചം, വിശ്വം, മനുഷ്യൻ, ഉപാധി. ഉപാധിയുടെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റലിൻ്റെ അടുത്തൊരു ചുവന്ന പൂ വയ്ക്കുകയാണെങ്കിൽ ക്രിസ്റ്റലും ചുവന്നതായിട്ട് തോന്നും അല്ലേ? പക്ഷെ ക്രിസ്റ്റൽ ചുവന്നതായിട്ടില്ല. അത് ഈ ചുവന്ന പുഷ്പത്തിൻ്റെ സാമീപ്യം കൊണ്ട് അങ്ങനെ തോന്നലൊന്നിരിക്കും. അല്ലെങ്കിൽ ജലം നമ്മുടെ കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ ജലം കുപ്പിയുടെ ആകൃതി എടുക്കും. വളഞ്ഞ കുപ്പിയാണെങ്കിൽ ജലം വളഞ്ഞിരിക്കും. അങ്ങനെ ഒരു 10 കൊല്ലം ജലം കുപ്പിയിൽ വെച്ച് പിന്നെ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെ രൂപം പോയി. പിന്നെ വേറൊരു കുപ്പിയിൽ വെച്ച് ആ രൂപം. ജലത്തിന് സ്ഥായിയായ രൂപമൊന്നുമില്ല. അഗ്നി അതുപോലെ തന്നെയാണ്. വിറകിൻ്റെ രൂപം അഗ്നി എടുക്കുന്നു, സ്ഥായിയായ രൂപമൊന്നുമില്ല. അപ്പം അരൂപിക്കാണ് സർവ്വരൂപിയായിട്ട് തരാൻ. പ്രത്യേക രൂപമില്ലാത്ത ഈ ഈശ്വരന് ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയും, ഏതവസ്ഥയിലും ജീവിക്കാൻ. അപ്പോൾ സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം ഈശ്വരൻ. ഈശ്വരൻ എല്ലാത്തിലും. അപ്പോൾ പ്രപഞ്ചത്തിന് ഇപ്പം എന്ത് സംഭവിച്ചു? ഈ പ്രപഞ്ചം, വിശ്വം എന്നൊക്കെ പറയുന്നത് എവിടെ പോയി? എവിടെ പോയി? അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഈശ്വരനാണ്. എത്രയെത്ര മനസ്സിലാവും. അപ്പോൾ 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയും, വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണ്, വേദത്തിൽ ഞാൻ നാമവേദമാണ്, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്, മന്ത്രങ്ങളിൽ ഞാൻ ഓമാണ്, പാണ്ഡവന്മാരിൽ അർജുനനാണ്, മുനികളിൽ വ്യാസനാണ്, കളികളിൽ ദ്വിഗുതമാണ് എന്നൊക്കെ ഭഗവാൻ പറയില്ലേ? അപ്പം അത് ദുഷ്ടവ്യാഹമതം ഇതം സർവം ഏകാംശേന സ്ഥിതം. അപ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ ഈശ്വരനിലേക്ക്
അപ്പം ഇപ്പം രണ്ട് വസ്തുതയുണ്ട്, ഞാനും ഈശ്വരനും. അത് ജീവനും ഈശ്വരനും. അപ്പം ഈശ്വരൻ്റെ നിർവചനം നമ്മൾ കണ്ടു. ഈശ്വരൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പുഴയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ അതൊരു ഈശ്വരാനുഭൂതി തന്നെയാണ്. ഇപ്പം കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ മഹാകുംഭത്തിന് പോകുന്നു, കുംഭമേള. അവിടെ പോയി ഗംഗയും ജമുനയും സരസ്വതിയും ചോദിക്കുന്ന സ്ഥലത്ത് ഒരു കുളി കുളിച്ചു കഴിഞ്ഞാൽ മുക്തിയായി എന്ന് വിചാരിച്ച നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് നിങ്ങൾ ആയിത്തീരുമല്ലേ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെ കുളിച്ചാലും മതി, ഇവിടെ കുളിച്ചാലും മതി. അവിടെ പോയി തിരക്കിൽ കൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എവിടെയും ഈശ്വരൻ. ഈ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെല്ലായ്പ്പോഴും ആനന്ദിച്ചു. അപ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ ഈശ്വരനിലേക്ക് ഒതുക്കി. പ്രപഞ്ചമൊന്നും ഈശ്വരന് ഭിന്നമായിട്ട് പ്രപഞ്ചമില്ല. എല്ലാത്തിനും നമുക്ക് ഈശ്വരനുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്താണ്? ജീവനും ഈശ്വരനും. ഈശ്വരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈശ്വരൻ എന്ന് പറയാം, ഭഗവാൻ എന്ന് പറയാം, ശ്രീകൃഷ്ണൻ എന്ന് പറയാം. ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ, ബഹൂനാം ജന്മനാനന്ദേ ജ്ഞാനവാനും പ്രപദ്യതേ വാസുദേവ സർവമിതി. വാസുദേവനാണ് ഇതെല്ലാം, ഭഗവാനാണെല്ലാം. ഒരു പുഷ്പമായാലും കല്ലായാലും മണ്ണായാലും ഭഗവാൻ തന്നെ. നിങ്ങളുടെ ശത്രുക്കളും ഭഗവാൻ തന്നെയാണ്. നിങ്ങളുടെ ശത്രുവും അയൽപ്പക്കാരൻ നിങ്ങളുടെ ശത്രുവാണ്, അദ്ദേഹം ഭഗവാൻ തന്നെ. അപ്പോൾ നമുക്ക് ഈ കഴിവ് വേണം. ശത്രുവാണെങ്കിലും അവിടെ പോയി സംസാരിക്കാൻ, സൗഹൃദം പങ്കിടാൻ നമുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ അജാത ശത്രുവായിരിക്കും. ശത്രുക്കളില്ലാത്ത വിജയമാണ് നമ്മുടെ വിജയം. എങ്ങനെയാണ് സാധാരണ വിജയം? ശത്രുവിനെ ഒതുക്കിക്കൊണ്ടുള്ള വിജയം. അപ്പം നമ്മുടെ വിജയത്തിൽ പരാജിതരുണ്ട്, കുറേ പരാജിതരുണ്ട്. ഈ വിജയത്തിൽ പരാജിതരില്ല, എല്ലാവരും വിജയികളാണ്. വിൻ വിൻ സിറ്റുവേഷനൊക്കെ നമ്മൾ പറയും. പരാജിതരില്ലാത്ത ഒരു വിജയം, അതാണ് ശരിയായിട്ടുള്ള വിജയം. അപ്പം ഈശ്വരൻ. ഇനി ജീവൻ ആരാണ്? നിങ്ങൾ ആരാണ് എന്നതാണ് ചോദ്യം. അപ്പം അതിന് നിർവചനം, ജീവന്റെ നിർവചനം വ്യഷ്ടി ഉപാധി ഉപഹിത ചെയ്ത്. വ്യഷ്ടി ഉപാധി ഉപഹിത ചെയ്ത്, അതാണ് ജീവൻ. അത് ഞാനും നിങ്ങളൊക്കെയാണ്. അത് വ്യഷ്ടി ഉപാധി ഉപഹിത ചെയ്ത്. അപ്പം ഇങ്ങനെ രണ്ട് വസ്തുക്കളെ ഉള്ളൂ. വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യമായിട്ട് ജീവനും സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യമായിട്ട് ഈശ്വരനും. അപ്പം സമഷ്ടി ഉപാധി എന്ന് പറഞ്ഞാൽ അതിന് 3 തലങ്ങളുണ്ട്. ഉപാധിക്ക് 3 തലങ്ങളുണ്ട്. എന്തൊക്കെയാണ് 3 തലങ്ങൾ? സ്ഥൂല സൂക്ഷ്മ കാരണ തലങ്ങളുണ്ട് എല്ലാ ഉപാധിക്കും. സ്ഥൂലമായിട്ടുള്ള രൂപം, സൂക്ഷ്മമായിട്ടുള്ള രൂപം, കാരണമായിട്ടുള്ള രൂപം. ഈ കെട്ടിടം തന്നെ ഇത് സ്ഥൂലമാണ്. സ്ഥൂലമായിട്ടുള്ള കെട്ടിടം, തൂണും ഒക്കെ കെട്ടിടം. ഇതിനൊരു സൂക്ഷ്മഭാവം ഉണ്ടായിരുന്നു. എന്താ സൂക്ഷ്മഭാവം? ഇതിൻ്റെ ഡ്രോയിങ്. ആദ്യമേ കെട്ടിടം എവിടെയായിരുന്നു? ഒരു ഡ്രോയിങ്ങിലായിരുന്നു. ഒരു കടലാസിൽ ഈ ആർക്കിടെക്റ്റ് വരച്ച ഒരു രൂപമായിരുന്നു. അതിനുമുമ്പ് കെട്ടിടം എവിടെയായിരുന്നു? ഇവിടെ മാതാജി ഉണ്ടായിരുന്നു, അവരുടെ തലയിലായിരുന്നു. അവരുടെ ബ്രെയിനിൻ്റെ ഇലക്ട്രിസിറ്റിയും കെമിക്കലുമായിരുന്നു. അങ്ങനെ അവർക്കൊരാഗ്രഹം. അത് ബ്രെയിനിൻ്റെ കെമിസ്ട്രിയാണ്. അത് കാരണരൂപമാണ്. അത് കാരണത്തിൽ നിന്ന് സൂക്ഷ്മവും സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലവും ഉണ്ടായിരിക്കുക. അപ്പം എന്ത് കാണുമ്പോഴും നമ്മൾ സ്ഥൂല സൂക്ഷ്മ കാരണരൂപങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഒരാൾ നമ്മളോട് പറഞ്ഞു, നിങ്ങളെനിക്കൊരു അടി തരാൻ തോന്നുന്നു, നിങ്ങളുടെ മുട്ട ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞു. അതൊരു സ്ഥൂലമായിട്ടുള്ളൊരു വാക്കാണ്. അതിനൊരു സൂക്ഷ്മഭാവമുണ്ട്, അതിനൊരു കാരണഭാവമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. അതിൻ്റെ സൂക്ഷ്മത ഉണ്ട്, കാരണമുണ്ട്.
അപ്പം ഇദ്ദേഹം നിങ്ങൾ മുട്ടൊടിക്കുമെന്ന് പറയുന്ന കാരണം അദ്ദേഹത്തിന് മുട്ടൊടിക്കണം നിങ്ങൾ ചിന്തിച്ചിരിക്കും. അത് തിരിച്ചു വന്നിരിക്കുകയാണ്, പോയതെല്ലാം തിരിച്ചു വരുവാണ്. അപ്പം എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ഒരാളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് മാത്രം മറുപടി കൊടുത്താൽ പോരാ, ചോദ്യം ചോദിക്കുന്ന ആളിന് മറുപടി കൊടുക്കും. പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ ചോദിക്കും, പല കാരണം. ഞാൻ ഈ വേദാന്തം പഠിക്കുമ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്, അനാവശ്യമായിട്ട് ചോദിക്കും. അപ്പോൾ ഒരിക്കലും എൻ്റെ ഗുരു അദ്ദേഹം മകൻ ക്ഷണിച്ചു പോയി, ചോദ്യത്തിനൊന്നും മറുപടി കിട്ടാൻ പറ്റുന്നില്ല. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് വേറെ ചോദ്യം, അതിന് മറുപടി പറഞ്ഞ് വേറെ ചോദ്യം. അപ്പോൾ ഒരു ചോദ്യ നിർമ്മാണശാലയായിട്ട് മാറി. അപ്പം ഇദ്ദേഹം ആലോചിച്ച് എവിടുന്ന ഈ ചോദ്യത്തിൻ്റെ തുടക്കം, എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്വാമി എന്നെ ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവർക്കൊക്കെയാണ് ശ്രദ്ധ. അപ്പം നമ്മിലേക്ക് ശ്രദ്ധ വരുത്താൻ എന്താ വഴി എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാണ്. അപ്പം സ്വാമിക്ക് മനസ്സിലായി ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ വരും, ഇവിടെ അദ്ദേഹം മടിയിലിരുത്തി, എന്നിട്ട് കുറച്ചിങ്ങനെ ആടി, അതോടുകൂടി ചോദ്യങ്ങളൊന്നും. പലപ്പോഴും ചോദ്യത്തിന് ഒരു ചോദ്യകർത്താവുണ്ട്, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന് മറുപടി പറയാതെ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സ്ഥൂലം സൂക്ഷ്മം കാരണം, കാരണത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഒരു സ്ഥൂലത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല. അപ്പം ഈ പ്രകൃതി എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്, സ്ഥൂലം സൂക്ഷ്മം കാരണം. അപ്പം സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം എന്ന് പറയും. ഉപാധിക്ക് 3 തലങ്ങളുണ്ട്. ആ സ്ഥൂല തലത്തെ നമ്മൾ വിരാട് എന്ന് പറയും, സമഷ്ടി സ്ഥൂലത്തിന് വിരാട്, സമഷ്ടി സൂക്ഷ്മത്തെ ഹിരണ്യഗർഭൻ എന്ന് പറയും, സമഷ്ടി കാരണത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയും. ഈശ്വരൻ ഇത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. സ്ഥൂല സൂക്ഷ്മ കാരണം ശരീരം, അതിൽ കുടുങ്ങിയ ചൈതന്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയും. ജീവൻ എന്താണ്? വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം, അതാണ് ജീവൻ. നമ്മളൊക്കെ വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം, വ്യഷ്ടി ഉപാധി. അപ്പം ഈ പ്രപഞ്ചത്തിന് വ്യഷ്ടി എന്നും സമഷ്ടി എന്നും 2 മാനങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെല്ലാം കൊണ്ട് തന്നെയാണ് വ്യഷ്ടിയും സമഷ്ടിയും. സമഷ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോറസ്റ്റ്, വലിയൊരു കാട്. ആ കാട് എന്താണ് കാട്? വൃക്ഷങ്ങളുടെ സമൂഹം. ഈ കാട് സമഷ്ടിയുടെ ഒരു ദർശനത്തിൽ നോക്കുമ്പോൾ ഒരു കാട്, വനം. വ്യഷ്ടിയുടെ ഉപാധിയിൽ നോക്കുമ്പോൾ ഒരു മരം. പല മരങ്ങളും കൂടിയിട്ടാണ് ഒരു കാടായിട്ട്. 1-2 മരങ്ങളൊന്നും വെട്ടിയോണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ 3 മരം വെട്ടി, വേറെ 5 മരം വെട്ടി, എല്ലാവരും മരം വെട്ടി, പിന്നെ മരമൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ മരം വെട്ടുന്നുള്ളൂ. കാരണം മരങ്ങളെല്ലാം കൂടിയതാണ് ഒരു വനം എന്നർത്ഥം. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവം വിശേഷവും സമഷ്ടി, അതായത് വ്യഷ്ടിയും സമഷ്ടി എല്ലാം അങ്ങനെയാണ്. ഇവിടെ സമഷ്ടി, നിങ്ങളെല്ലാവരും കൂടുന്ന സമഷ്ടി, പക്ഷെ ഓരോരോ വ്യഷ്ടികളുണ്ട്. ഇപ്പം വ്യഷ്ടി ഉപാധി, അപ്പം വ്യഷ്ടി ഉപാധിക്കും ഈ സ്ഥൂല സൂക്ഷ്മ കാരണമാനങ്ങളുണ്ട്. നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലമാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാലോ നിങ്ങൾ കാരണ ശരീരത്തിലേക്ക് പോയി. കാരണം ഉറക്കത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല. സുഖേനമായ സുഖമായിട്ട് ഉറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളൊരു സ്വപ്നം കാണും, അത് സൂക്ഷ്മമായത്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ഉപാധി, ഇതൊക്കെ നമ്മുടെ ഉപാധികളാണ്. ഇതിലൂടെയാണ് ചൈതന്യം പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യമാണ്.
നിങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ടോ? എന്തെങ്കിലും പ്രതിഷേധമുണ്ട്? വ്യഷ്ടിയുപാധി ഉപഹിത ചൈതന്യം. അപ്പോൾ തത് ത്വം അസി, അതാണല്ലോ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ തത് എന്ന് പറയുന്നത് സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. ത്വം എന്ന് പറഞ്ഞാലോ വ്യഷ്ടി ഉപാധി ഉപഹിതം. ത്വം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കും. അപ്പൊ ഗുരു ശിഷ്യനോട് പറയാണ്, ത്വം യു വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം ആൻഡ് സമഷ്ടി ഉപാധി ഇത് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ മാറ്റിക്കുന്നത്. പല രീതിയിലും ആചാര്യന്മാർ അതിന് വ്യാഖ്യാനം. അപ്പോൾ അത് എഴുതുന്നത് വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം ഈസ് ഈക്വൽ ടു സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. അതാണ് തത്വമസിയുടെ അർത്ഥം. അസി എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യമാണ് സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. അത് ജീവൻ ഈശ്വരനാണ്. ജീവൻ ജീവാത്മാ പരമാത്മാവാണ്. ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ജീവൻ ഈശ്വരനാണ് എന്നുള്ള മഹത് പ്രഖ്യാപനം. അതാണ് രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ ചോദിക്കും, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ചോദ്യമാണ്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? രാമകൃഷ്ണ പരമഹംസൻ ഉണ്ട്. എവിടെയാണ്? നീയാണ് ഈശ്വരൻ. ഞാൻ. അതോടെ അദ്ദേഹത്തിന് ബോധം കിട്ടും. ബോധം കിട്ടുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ സ്വാമിയായി. 30 വയസ്സിൽ സ്വാമിയായി. ഞാൻ കണ്ടിട്ടുണ്ട് ഈശ്വരനെ, നിങ്ങളാണ് ഈശ്വരൻ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് കണ്ണു തള്ളിപ്പോയി. അതെങ്ങനെ ഞാൻ ഈശ്വരനായിട്ട്? ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടൊരു വീട്ടുണ്ടാക്കി അതിൻ്റെ കട തീർത്തോണ്ടിരിക്കും. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഞാൻ ഈശ്വരനായിട്ട് തീരുന്നത്? അപ്പം ഇത് വലിയൊരു സമസ്യയാണ്, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തത്വമാണിത്. ഞാൻ ജീവൻ, നിങ്ങൾ ഈശ്വരൻ. തത് ജീവൻ്റെ തതിൻ്റെ അർത്ഥം എന്താണ്? സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. ത്വത്തിൻ്റെ അർത്ഥം എന്താണ്? വ്യഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം. ഇത് ഒന്നാണ്. ഇതാണ് നമുക്ക് ധ്യാനിക്കുന്നത്. ഇതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ശരിയാകും? ഞാനെങ്ങനെ ഈശ്വരനാണ്? ഒരുപക്ഷെ ഞാൻ ഈശ്വരൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈശ്വരനല്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ഈശ്വരനായിരുന്നു, ഇപ്പം അതൊക്കെ മാറി. ഇന്ന് പണ്ടെന്നോ ഈശ്വരനായിരുന്നു, പിന്നെ അവിടുന്ന് ഞാൻ മാറിപ്പോന്നു, ഇനി തിരിച്ചു പോകാൻ വഴിയറിയില്ല. അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈശ്വരനാകും. 10-20 കൊല്ലത്തെ ധ്യാനവും സമാധിയും കൊണ്ട് ഞാൻ ഒരുപക്ഷെ ഈശ്വരനാകും. പക്ഷെ ഇപ്പോൾ ഞാൻ ഈശ്വരനാണ് വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്ക് നാളെ നോക്കാം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ ഒരു കുറച്ച് നേരം നിങ്ങൾ ശാന്തമായിട്ടിരിക്കും. കണ്ണടച്ച് തത് ത്വം അസി. തത്വം എന്ന് പറയുമ്പോൾ ഈ കാര്യകരണ സംഘാതങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം, ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. ഇതൊരു ധ്യാനാത്മകമായൊരു വിഷയമാണ്. ആദ്യം തന്നെ ഈ തത് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് അനുഭവവേദ്യമായി തരും. മനസ്സ്, ശരീരം നമുക്ക് വേദ്യമാണ്, ബോധ്യമാണ്. മനസ്സ് വേദ്യമാണ്, ബോധ്യമാണ്. അഹങ്കാരം, ഓർമ്മകൾ, വികാരങ്ങൾ, ദേഷ്യം, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ പല പ്രക്രിയകളും
ഇതിലെല്ലാം അറിയുന്ന ഞാൻ. ജീവാത്മാ, ജീവ. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ക്ഷത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷത്രേഷു ഭാരത. മയാ തദമിദം സർവം ജഗദവ്യക്തം മുക്തിന. സർവഭൂതാത്മഭൂത. ഈ മഹാവാക്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ നമ്മുടെ സ്വരൂപം നമുക്കറിഞ്ഞിരിക്കണം. ശരീര മനോബുദ്ധികൾക്ക് അതീതമായ ചൈതന്യമാണ് ഞാൻ. ശരീര മനോബുദ്ധികൾ ഈ ചൈതന്യത്തിൽ പൊന്തിമറിയുന്ന പ്രതിഭാസങ്ങളാണ്. അത് ദൃഷ്ടനഷ്ട പ്രണഷ്ട സ്വരൂപമുള്ളതാണ്, ഉണ്ടായി ഇല്ലാതായിത്തീരുന്നത്. ശരീര മനോബുദ്ധികളിൽ പ്രകാശിതമായ ചൈതന്യം. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം പ്രപഞ്ചത്തിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്നു. തദേവാനുപ്രാവിശത്, അതിലേക്ക് അനുപ്രവേശനം ചെയ്യും. അതായത് ബ്രഹ്മത്തിൻ്റെ അനുപ്രവേശം നമ്മുടെ ശരീരം മനോബുദ്ധി സംഘാതത്തിൽ. ബ്രഹ്മം അനുപ്രവേശിച്ച ശരീര മനോബുദ്ധി സംഘാതം. അതാണ് ഓരോ വ്യക്തി. ശരീര മനോബുദ്ധി സംഘാതം നമ്മൾ തള്ളിക്കളയുന്നില്ല, പക്ഷെ അത് മിഥ്യയാണ്. അതുണ്ടായില്ലാതായിത്തീരുന്നതാണ്. അത് നശ്യമാണ്, ദൃശ്യമാണ്, ജഡം. ശരീര മനോബുദ്ധി സംഘാതങ്ങളും ജഡമാണ്. ചൈതന്യത്തിൻ്റെ സാമീപ്യം കൊണ്ട് അത് ചൈതന്യമുണ്ടായിട്ട് നമുക്ക് തോന്നും. പുഷ്പത്തിൻ്റെ സാമീപ്യം കൊണ്ട് ക്രിസ്റ്റൽ ചുവന്നതായി തോന്നും. ഇതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ അശോച്യാനന്യശോചത്വം പ്രജ്ഞാവാദാംശത്തെ യഥാസു വനഗതാസു അനുശോചന്തി പണ്ഡിത. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമഃ സർവേ വയം. നാം വെറുതെ ദുഃഖിക്കുകയാണ്, അർത്ഥമില്ലാത്ത ദുഃഖം. ജീവന്റെ ഈ സ്വരൂപം അക്ഷരം ബ്രഹ്മപരം
സ്വഭാവ അധ്യാത്മോച്യത്തെ. ജീവൻ, അധ്യാത്മ ജീവൻ സ്വഭാവം, ബ്രഹ്മത്തിൻ്റെ ഭാവമാണ്. ധ്യാനാത്മകമായ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് ഈ ആത്മ. തുച്ഛമായ തടാകത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഗൃഹം നിർമ്മിച്ച ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ സൃഷ്ടിയിലേക്ക്, മനസ്സിലേക്ക്, അന്ധകരണത്തിലേക്ക് ബ്രഹ്മത്തിൻ്റെ പ്രവേശം. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. ഇതാണ് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രിയിലേക്കുള്ള പ്രയാണം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതദ്യോ വ്യക്തിതം പ്രാതുഃ ക്ഷേത്രജ്ഞ. ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രിയിലേക്ക് ഉണരൽ, പ്രയാണം, തീർത്ഥാടനം. ആദിവർത്തതേ. ഈ ശബ്ദത്തിന് അതീതമായ ആ തലത്തിലേക്ക് നാം ഉയരുമ്പോൾ നാം നിശബ്ദനും ശബ്ദങ്ങളൊന്നും നമ്മെ ബാധിക്കാത്ത ശബ്ദബ്രഹ്മാദിവർത്തതേ. ശബ്ദബ്രഹ്മം ഈ ശരീരമനോബുദ്ധികളാണ്. ശരീരമനോബുദ്ധികൾ നിവസിക്കുന്ന ഈ പ്രപഞ്ചം ഇതൊക്കെ ശബ്ദബ്രഹ്മം, ശബ്ദബ്രഹ്മാദി. നിങ്ങൾ കണ്ണു തുറക്കും. ഇങ്ങനെ നമുക്ക് തതിൻ്റെയും തൊന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി. ഇനി അസി എന്നുള്ളതിൻ്റെ അർത്ഥം. അത് നിങ്ങളാകുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലായി. തൊന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി അസി എന്നുള്ള അർത്ഥം. ഏത് രൂപത്തിലാണ് ഞാനും ഈശ്വരനുമായിട്ട് ബന്ധം? പ്രപഞ്ചത്തെ മനസ്സിലായി. പ്രപഞ്ച ഈശ്വരനായിട്ടാണ്. ഈശ്വരൻ ഞാനും ഏത് രൂപത്തിലാണ്? അതാണ് നമ്മളിനി നാളെ കാണാൻ പോകുന്നത്. നമ്മൾ ഈശ്വരനായിട്ട് അത് പല രീതിയിലും വ്യാഖ്യാനിക്കും. അത് ഐക്യമാണ്, ഏകതാബന്ധമാണ്, അല്ലെങ്കിൽ ദ്വൈതമാണ്, വിശിഷ്ടാദ്വൈതമാണ്, ഭേദാഭേദം, അചിന്ത്യഭേദാഭേദം. ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഈശ്വരനുമായിട്ട് ബന്ധത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ബന്ധം.
ഞാൻ ഈശ്വരൻ്റെ ദാസനാണ്. ദാസസ്യ ദാസോഹം, ഞാൻ ഈശ്വരൻ്റെ ദാസൻ, ഈശ്വരൻ സ്വാമി ഞാൻ ബുദ്ധി. അങ്ങനെ ഞാൻ ഈശ്വരൻ്റെ അംശമാണെന്നുണ്ട്, ഞാൻ ഈശ്വരൻ തന്നെയാണെന്ന് വേറെ. നമുക്ക് ആർക്കും മനസ്സിലാകാത്തൊരു ബന്ധമാണ് ഞാൻ ഈശ്വരൻ തമ്മിൽ മറ്റാണ് അചിന്ത്യമില്ല. എന്താണ് ഈ തത്വമസിയുടെ യഥാർത്ഥത്തിലുള്ള, അതാണ് നമ്മൾ നാളെ രജിസ്റ്റർ ചെയ്തത്. അപ്പം നാളെ ഈ മൂന്ന് ദിവസത്തെ പരിപാടി എനിക്കാണ്. തത്വമസി എന്നുള്ള ഇതൊരു യജ്ഞമായതുകൊണ്ട് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. മറ്റൊക്കെ കർമ്മയജ്ഞം, അഗ്നിയിൽ ആവിശ്യം ദ്രവ്യവും കർമ്മയജ്ഞം. കർമ്മയജ്ഞത്തിൽ ഇത് ജ്ഞാനയജ്ഞം. അറിവിൽ നമ്മുടെ അഹങ്കാരത്തെയും അറിവില്ലായ്മയൊക്കെ ഹോമിക്കുന്നതാണ് ജ്ഞാനയജ്ഞം. അതിൽ നിന്നാണ് മുക്തി, മോക്ഷം. നമ്മളുടെ ആശ്രമത്തിൽ ജ്ഞാനയജ്ഞം, ഇടയ്ക്കിടയ്ക്ക് യജ്ഞമൊക്കെ ചെയ്യും, കാരണം പലരും ദേവക്കന്മാരായതുകൊണ്ട്. അല്ലെങ്കിൽ ജ്ഞാനയജ്ഞമാണ് വേണ്ടത്. ആത്മാവിലേക്ക് നമ്മൾ അറിവിലേക്ക് എല്ലാത്തിനെയും ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരത്തെയും നാരായണഗുരുവിൻ്റെ നല്ലൊരു ശ്ലോകമുണ്ട്, അഗ്നേ തവയസ്തേജസ് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുതീയാഹ ഇന്ദ്രിയാണി മനോ ബുദ്ധിരിച്ച് സപ്തജിഹ്വാഹ ത്വയി വിഷയായിതി സംവിദോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി തന്ന പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രയച്ഛ പ്രയച്ഛ സ്വാഹ. അഗ്നേ, ഈ അഗ്നി, അഗ്നേ തവയസ് തേജസ് ബ്രഹ്മ, അഗ്നിയുടെ തേജസ് അത് ബ്രഹ്മം തന്നെയാണ്. അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അത് ബ്രഹ്മചൈതന്യമാണ് നമ്മളിലൂടെ ഇന്ദ്രിയ മനസ്സിലൂടെ ഇന്ദ്രിയുടെ ഇങ്ങനെ പ്രകടിതമായി തീരുന്നത്. അപ്പം ആ ചൈതന്യം, ആ പ്രകാശത്തിൽ, അപ്പം അഗ്നിക്ക് 7 നാളങ്ങളുണ്ട്. 7 ആളി കരാളി ചവനൂജവച്ച ലോഹിതായ ചുംബനവർണ്ണ പുലിഗിരി വിശ്വദേവി ഏഴായ 7 നാളങ്ങളുണ്ട്. ഇതുപോലെ ഈ ആത്മാഗ്നിക്ക് 7 നാളങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ മനസ്സിനും ബുദ്ധിയിലെയും പ്രകാശനമാകുന്ന ആത്മചൈതന്യം, അതിലേക്ക് നമ്മൾ ഹോമിക്കുകയാണ് വേണ്ടത്. എന്താണ് ഹോമിക്കുന്നത്? അഹമിത്യാജ്യം ജുഹോമി ദ്വിതീയാഹ ഇന്ദ്രിയാണി മനോ ബുദ്ധിരിത് സപ്തജിഹ്വാ ത്വയി വിഷയായിതി സംവിധോ ജുഹോമി. വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സംവിധൻ്റെ വിറകുന്നത്. വിറക് നമ്മൾ അതിനോട് അഹങ്കാരമാണ് ആജ്യം, നെയ്യ്. ഇതാണ് അഹമിത്യാജ്യം ത്വം ന പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രയശ്ച പ്രയശ്ച സ്വാഹ. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാം. എനിക്ക് ശ്രേയസ്സും പ്രയസ്സും തന്നെ അനുഗ്രഹിക്കണം. ആത്മജ്ഞാനവും ഭൗതിക ജ്ഞാനവും തന്നെ അനുഗ്രഹിക്കണം. അപ്പം ഇത് ജ്ഞാനയജ്ഞം, അറിവിലേക്കെല്ലാത്തിനും ആത്മജ്ഞാനം. അപ്പം യജ്ഞത്തിന് അവസാനത്തിൽ ദക്ഷിണ കൊടുക്കണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞില്ല. വെറുതെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. വെറുതെ ഒന്നും സ്വീകരിക്കാം. എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നു. ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഗ്രേസ്ഫുൾ. അപ്പോൾ നമ്മൾ ഭഗവാന് കൊടുക്കുന്നു, ഭഗവാൻ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്തശ്രയം. അപ്പോൾ കൊടുത്ത് എടുക്കുന്നതിലൂടെയാണ് ഈ പുരോഗതി ഉണ്ടാക്കുന്നത്. നിങ്ങൾ സ്വീകരിച്ചു. അപ്പം അതിന് ഒരു ദക്ഷിണ കവറുണ്ട്. അതിലെന്തെങ്കിലും വെട്ടിട്ട് നാളെ കൊണ്ടുവന്നാൽ ഞാനത് എടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പഴമോ എന്തെങ്കിലും. അതാണ് യജ്ഞത്തിൻ്റെ അവസാനത്തെ റീച്വലാണത്. നാളെ അസി എന്നുള്ള വാക്കിൻ്റെ